ചെയ്യാൻ പോകുന്നത് മാസ് എനർജി ഇക്വലൻസ് റിലേഷൻ. അറിയാവോ ഏതാന്ന്? മാസ് എനർജി ഇക്വലൻസ് റിലേഷൻ, ഇക്വിവലൻസ് റിലേഷൻ. മാസ് എനർജി ഇക്വേഷൻ ഇക്വലന്റ് ആണെന്ന് പറയുവാണെങ്കിൽ മാസും എനർജിയും തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കും അല്ലേ, മാസ് എനർജി. And Einstein showed that the matter is equivalent to energy. Einstein showed that മാസ് എന്ന് പറയുന്നതിന് നമുക്കൊരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്ന് പറയും. സോ ഐൻസ്റ്റീൻ ഷോഡ് ദാറ്റ് matter is equivalent to energy. Equivalent to energy, and matter can be converted to energy and energy can converted to matter. അതാണ് റിലേഷൻ. മാറ്ററിന് നമുക്ക് matter can be converted to energy. നമുക്കറിയാം എന്തെങ്കിലും ഒരു സാധനം കത്തിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് എനർജി കിട്ടും. ആൻഡ് ഈ എനർജി ക്യാൻ കൺവേർട്ടഡ് ടു മാറ്റർ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിക്വിഡിനെ ഗ്യാസോ അങ്ങനെയൊക്കെ ആക്കി മാറ്റും. So Einstein showed that the mass can be converted into energy and an energy can be converted into matter. And if m is the mass of any matter and E is the energy, then these are connected by the relation നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന E is equal to mc square, where E is the energy of the matter, m is a mass of the matter, and c is equal to the velocity of light 3 into 10 raised to 8 meter per second. ഇത് വളരെ ചെറുതായിട്ട് ചോദിക്കാം, ആരാണ് മാസ് എനർജി ഇക്വലൻസ് എനർജി? ഇപ്പം മൾട്ടിപ്ലിക്കേഡ് അവർ എപ്രേ എന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ ആണ്. മാറ്റർ ഈസ് ഇക്വലന്റ് ടു എനർജി. ദ റിലേഷൻ ഇസ് ദാറ്റ് E is equal to mc square. മനസ്സിലായോ അലീന? എഴുതിക്കോ, പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് കൊളീഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കൊളീഷന്റെ പ്രോബ്ലം ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പം അവിടെ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താ ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്കിപ്പോ കൊളീഷന്റെ കേസിൽ കൊളീഷനെ കുറിച്ച് അതിന്റെ എസ്സേ ഡിറൈവ് ചെയ്യാനോ അല്ലെങ്കിൽ കൊളീഷന്റെ മൊമെന്റം കൺസർവേഷൻ പ്രൂവ് ചെയ്യാൻ ചോദിക്കാൻ ചിലപ്പോൾ. മൊമെന്റം കൺസർവേഷൻ എന്തായിരിക്കും? മൊമെന്റം കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊമെന്റം കൺസേർവ്ഡ്, മൊമെന്റത്തിന് വ്യത്യാസമൊന്നുമില്ല. ദാറ്റ് മീൻസ് ദ മൊമെന്റം ബിഫോർ കൊളീഷൻ, the momentum before collision is equal to the momentum after collision. മനസ്സിലായോ? മൊമെന്റത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലെന്ന്, കൊളീഷന് മുമ്പും അതിനുശേഷവും. അതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഓഫ് എ കൊളീഷൻ എന്ന് പറയുന്നത്. Then what is a collision? എന്താണ് രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് അതിന്റെ അർത്ഥം? The interaction of two bodies അല്ലേ? The interaction of any two bodies in a short interval of time. Actually, that we can define as collision. And collision is classified into two, very important. Elastic collision and inelastic collision. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണോ അലീന? ഓർമ്മിക്കുന്നുണ്ടോ ഇതൊക്കെ? Elastic collision and inelastic collision. In elastic collision, in which the momentum and kinetic energy both are conserved. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, മൊമെന്റത്തിനും വ്യത്യാസം ഉണ്ടാവൂല,
കൈനറ്റിക് എനർജിക്കും വ്യത്യാസം ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ദ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ, kinetic energy before collision is equal to after collision. Both are conserved for a elastic collision, and for an inelastic collision, kinetic energy not conserved. That means momentum is conserved. Momentum is conserved, but kinetic energy not conserved. Momentum collision മുമ്പും ആഫ്റ്ററും സെയിം ആണ്, പക്ഷെ എനർജിക്ക് വ്യത്യാസം വരും. That means kinetic energy not conserved. നമുക്ക് ഇങ്ങനെ ചോദിക്കാം, മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയ കൊളീഷൻ ആണ്, രണ്ട് ആൽഫ പാർട്ടിക്കിൾ തമ്മിൽ നടക്കണം. അങ്ങനെയെങ്കിൽ അവിടുത്തെ കൊളീഷൻ ഇലാസ്റ്റിക് ആണോ ഇനിലാസ്റ്റിക് ആണോ? ഒരു മാർക്കിന് ആദ്യത്തെ ഒരു പാർട്ടി ചോദിക്കാം. അതിനുശേഷം അതെന്താന്ന് ചോദിക്കാം, അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ മീൻസ് ദാറ്റ് in a collision in which the total kinetic energy and the momentum both are conserved, and it is an ideal case എന്ന് പറയാം അല്ലേ. ഇത് വളരെ പാടാണ് ഇത് നടക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ആൻ ഐഡിയൽ കേസ്. തിയററ്റിക്കലി നടക്കുമെന്ന് പറയാം, പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പോസിബിൾ, ഓർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പോസിബിൾ. ഒന്ന് ഓർത്താൽ മതി, മൊമെന്റം ഇനിലാസ്റ്റിക്കിലും കൺസേർവ്ഡ് ആണ്, പക്ഷേ കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ഇൻ ദ കേസ് ഓഫ് inelastic collision. When a collision is said to be inelastic, if the kinetic energy is not conserved, most of the collision that are inelastic. അപ്പം രണ്ട് ബോഡി ഹെഡ് ഓൺ കൊളീഷൻ നടക്കുക. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ നേർക്ക് നേർ വന്നിട്ടുള്ള കൊളീഷൻ. ഇടിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഇവൻ വന്ന വെലോസിറ്റി യുവും ഇവൻ വന്ന വെലോസിറ്റി ആണ്. ഇവിടെ ഇടിച്ചിട്ട് അതിന്റെ വെലോസിറ്റി ചിലപ്പോൾ 0 വരെ ആയി പോലെ കുറഞ്ഞു. വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ഹാഫ് mv² വ്യത്യാസപ്പെടും. ഹാഫ് mv² ഈസ് വേരിഡ്. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഈസ് വേരിഡ്. സോ ഹെഡ് ഓൺ കൊളീഷൻ or head on strike, that is always be head on collision or head on strike, that is always be inelastic case. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? Elastic collision, momentum, kinetic energy both are conserved. Inelastic, kinetic energy not be conserved, momentum is only the conserved quantity. I think it's clear. Alina, clear ആയോ? അപ്പൊ കൊളീഷൻ എന്താണ്? രണ്ട് തരമുണ്ട്. ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ മൊമെന്റം കൺസിഡർ ആണെന്നാൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ. കൈനറ്റിക് എനർജി കൺസിഡർ ആവുന്ന പറയുമ്പോൾ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ മാത്രം കൈനറ്റിക് എനർജി ഇനലാസ്റ്റിക് കേസിൽ കൺസേർവ്ഡ് അല്ല. അതിന്റെ എക്സാമ്പിൾ ആണ് ഹെഡ് ഓൺ കൊളീഷൻസ്. ഡെറിവേഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. സോ ദ മൊമെന്റം റിലേഷൻ, ദാറ്റ് മീൻസ് മൊമെന്റം കൺസർവേഷൻ, ദാറ്റ് മീൻസ് മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് വെച്ചിട്ട് സെക്കൻഡ് കേസിലെ എന്നാ പറയുക, ബോഡിയുടെ വെലോസിറ്റിയോ എന്ത് വേണേലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാം. സോ we can derive it for only in the case of elastic collision. In the case of elastic collision, consider two body. It has mass m1, it has mass m2. ഇവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, ഇവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. ഇവന്റെ വെലോസിറ്റി u1 ആണ്, ഇവന്റെ വെലോസിറ്റി u2 ആണ്. എന്നാൽ ഇത് ഇവിടെ വെച്ച് കൂട്ടിമുട്ടണമെങ്കിൽ ഏതിന്റെ വെലോസിറ്റി ആയിരിക്കണം അലീന കൂടുതൽ? ഇതേ വന്ന് കൂട്ടിമുട്ടണമെങ്കിൽ
m2ന്റെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ കൂട്ടിമുട്ടുവോ? ഇങ്ങോട്ടാ പോണേ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ഞാൻ പറഞ്ഞേക്കും. ഇത് വന്ന് ഇതേ ഇടിക്കണമെങ്കിൽ ഏതിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കണം? നന്നായിട്ട് ശ്രദ്ധിച്ച്, ഇതിന്റെ വെലോസിറ്റി കൂടുതലാണെങ്കിലല്ലേ ഇതേ വന്ന് ഇടിക്കുള്ളൂ. ദാറ്റ് മീൻസ് u1 ഗ്രേറ്റർ ദാൻ u2 ആണെങ്കിൽ ഇത് ഇതേ ഇടിച്ച് വന്നേ, ഇത് ഇതേ കൊണ്ട് വന്ന് ഒറ്റ ഇടി, ചിലപ്പോൾ ഇതിന്റെ സ്പീഡ് കൂടാം. അപ്പൊ അതിനുശേഷം അവർ രണ്ടും പുതിയ രണ്ട് വെലോസിറ്റിയിൽ പോയി. അപ്പം ആദ്യത്തെ മാസ് m1ന് v1 എന്ന് പറഞ്ഞ വെലോസിറ്റി ആയി, m2ന് v2 എന്ന് പറഞ്ഞ വെലോസിറ്റി ആയി. ഫിഗർ മനസ്സിലായോ? ഫിഗർ മനസ്സിലായോ? ഓക്കെ. രണ്ട് ബോഡി u1 ഗ്രേറ്റർ ദാൻ u2 ആകുമ്പോൾ ഇറ്റ്സ് അണ്ടർഗോ collision. Let's consider two bodies of mass m1 and m2 moving with velocity u1 and u2. If u1 is greater than to u2, they undergo collision. They collide each other, and after the collision, they move in the same direction and ഒരേ ഡയറക്ഷനിൽ പോയി. Move in same direction with a different in velocity v1 and v2. And if the collision is elastic, ഈ കൊളീഷൻ ഇലാസ്റ്റിക് ആണ്, നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞേ? മൊമെന്റം ഈസ് കൺസേർവ്ഡ്. Momentum is conserved. That means momentum before collision, ഇവിടുത്തെ momentum is equal to ഇവിടുത്തെ momentum. അപ്പം m1 u1, mv അല്ലേ പിയുടെ ഇക്വേഷൻ, momentum b equal to mass into velocity. m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2. മനസ്സിലായി ഇക്വേഷൻ എഴുതിയത്? ഇക്വേഷൻ നമ്പർ 1 മനസ്സിലായോ? 1 ഉള്ളതിനെ ഇടതുവശത്തോട്ട് കൊണ്ടുവന്നു. m1 u1 മൈനസ് m1 v1 ഈക്വൽ ടു m2 v2 മൈനസ് m2 u2. m1ന്റെ ക്വാണ്ടിറ്റിന് ഇങ്ങ് കൊണ്ടുവന്നു. m1 കോമൺ ആയിട്ട് എടുക്കാം. u1 മൈനസ് v1 ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഏത് റിലേഷന് നമുക്ക് പ്രോബ്ലത്തിൽ ചെയ്യാൻ ഉപയോഗിക്കാം? ഇത് ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ് ഞാൻ ചെയ്തു കൊടുത്തായിരുന്നു. നോക്കിയായിരുന്നോ? നന്ദന ചെയ്തെന്നല്ലേ പറഞ്ഞേ? നന്ദന കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പ്രോബ്ലം ചെയ്തായിരുന്നു. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്ത് പഠിച്ചായിരുന്നോ? ഇല്ലേ? അപ്പൊ രണ്ടാമത്തെ കേസ് ഇനി നമുക്ക് എടുക്കാം. ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അപ്പം ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ശരിയല്ലേ? ബിഫോർ u1 u2, ആഫ്റ്റർ v1 v2. എല്ലാത്തിലും ഒരു ഹാഫ് ഉണ്ട്. വി ക്യാൻ ക്യാൻസൽ. പിന്നെ എന്നാൻ പറ്റും? m1നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ m1 u1 സ്ക്വയർ, ഇവിടുന്ന് m1 ഇങ്ങ് വരുമ്പോൾ മൈനസ് m1 v1 സ്ക്വയർ ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. ഇവിടെ m1നെ കോമൺ ആയിട്ട് എടുത്താൽ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. That is equation number 3. അവിടെ വരെ എഴുതാവോ? ഇവിടം വരെ എഴുതിയെടുക്കാവോ? അല്ലെങ്കിൽ അടുത്ത് എഴുതുമ്പം ബോർഡെ തികയാതെ വരും. നല്ല ഡെറിവേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. Now consider equation 2 and equation number 3.
ഇനി നമുക്ക് ഇക്വേഷൻ 3 ഞാൻ 2 കൊണ്ട് ഹരിക്കുന്നു. It means equation 3 divided by equation number 2. Equation 3 ഇതാ അല്ലേ, m1 into u1 square minus v1 square equal to m2 into v2 square minus u2 square minus u2 square. ശരിയല്ലേ? Divided by 2 in the first step, m1 into u1 minus v1 equal to divided by m2 into v2 minus u2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റിലേഷൻ, ഇതിന് ശേഷമുള്ള മോഷനിൽ v1 അല്ലെ v2, നമ്മളുടെ ബോഡി എത്ര വെലോസിറ്റിയിൽ പോകുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ നമുക്ക് ഈസിലി m1 m2 m1 ക്യാൻസൽ ആയി, ഇതും ക്യാൻസൽ. So the remaining term u1 square minus v1 square by u1 minus v1 equal to v2 square minus u2 square by v2 minus u2. ഇത് a square minus b square form. A square minus b square is equal to a plus b into a minus b. അപ്പോൾ ഇതിനെ u1 minus v1 into u1 plus v1 എഴുതാം. a plus b ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. മൈനസ് u1 minus v1 equal to v2 plus u2 into v2 minus u2 by v2 minus u2. ഇവിടെ ഈ ടേം ക്യാൻസൽ ആയി. ഇവിടെ ഈ ടേം ക്യാൻസൽ ആയി. The remaining term u1 plus v1 equal to u2 plus v2. That is equation number 4. It is very, very important. കണ്ടോ, ഒന്നാമത്തെ ബോഡി കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും m1ന്റെ velocity of first body before and after is equal to velocity of the second body before and after the collision. Before and after to the collision. It's very, very important. ഇവിടെ വരെ എഴുതിയെടുക്കാവോ? എന്നിട്ട് ബാക്കി സ്റ്റെപ്പ് എല്ലാം മനസ്സിലായില്ല അലീന? 3 കയ്യിലുണ്ട്, 2 കയ്യിലുണ്ട്, ഡിവൈഡ് ചെയ്യുക. ദെൻ ഇത് രണ്ടും വെട്ടിപ്പോയി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ആ ഫോർമുല ഞാൻ കൊടുത്തു. ഇങ്ങനെ എഴുതി ഒരേ ടൈം വരുന്നത് വെട്ടി. m1ന്റെ ആദ്യവും അവസാനമുള്ള u1 പ്ലസ് v1, m2ന്റെ u2 പ്ലസ് v2, അത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞു. ഇനി നോക്കി, നമ്മളുടെ ഇക്വേഷൻ നമ്പർ 4നെ u1 പ്ലസ് v1 ഈക്വൽ ടു u2 പ്ലസ് u2 എന്ന്. അതിനകത്ത് v1 മാത്രം എടുക്കണം നോക്കുക. v1 ഈക്വൽ ടു u1 അപ്പുറത്തോട്ട് പോകും, u2 പ്ലസ് v2 മൈനസ് u1. ഇനി നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. u1 കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ m1 into u1 minus v1 equal to m2 into v2 minus u2 അല്ലേ? അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ 2ലെ v1നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? m1 into u1 മൈനസ് v1ന് പകരം മൈനസ് വരുമ്പോൾ ഇത് മൈനസ് u2 മൈനസ് v2 പ്ലസ് u1 ഈക്വൽ ടു m2 into v2 മൈനസ് u2. ഇത്രയും ചെയ്താൽ മതി. ഈ ഒരു റിലേഷൻ നമുക്കുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആദ്യത്തെ ഇനിഷ്യൽ വെലോസിറ്റി രണ്ടിൻ്റെയും മാസം തന്നിച്ച് വേറൊരു വെലോസിറ്റി കാണാൻ ചോദിച്ചാൽ, ഏത് കാണാൻ ചോദിച്ചാലും ഈ ഒരു റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമോ
ഇവിടെ കൊണ്ട് ഡിവൈഡ്. ഇപ്പൊ m1 മാത്രം കാണണമെങ്കിൽ എന്നെ ചെയ്യണം? m1 ഈക്വൽ ടു ഈ ടൈം മുഴുവൻ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം അല്ലേ? m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ u1. ഇത് u1 കൂട്ടിയാൽ 2u1 മൈനസ് u2 മൈനസ് v2. അഞ്ചു കേൾക്കാം. ഇപ്പൊ 10ന്റെ ക്ലാസ് ആണോ നടക്കുന്നത്? +1. നമുക്ക് u1ഉം v1ഉം ആദ്യം എങ്ങനെ പരീക്ഷിക്കരുത്? രണ്ടെണ്ണം ഇനീഷ്യൽ വെലോസിറ്റി ഇത്രയാണ്, രണ്ടിന്റെ മാസ് ഇത്രയാണ്, കൊളീഷന് ശേഷമുള്ള ഫൈനൽ വെലോസിറ്റി സെക്കൻഡ് ബോഡിയുടെ കാണാം. അപ്പൊ നമുക്ക് v2 കാണണമെന്ന് വെക്കുക. അപ്പൊ ഈ റിലേഷനിൽ നിന്ന് v2 കണ്ടുപിടിക്കണം കണ്ടോ? അപ്പൊ നമുക്ക് m1 ഇൻറ്റു 2u1 മൈനസ് u2 മൈനസ് v2 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2 മാത്രം ഓർത്തിരുന്നാലും മതി. അകത്തേക്ക് ഗുണിച്ചേക്കാം നമുക്ക്. m1 2m1 u1 മൈനസ് m1 u2 മൈനസ് m1 v2 ഈക്വൽ ടു m2 v2 മൈനസ് m2 u2. സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഓരോ ടൈം ഗുണിച്ചു. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഏത് കണ്ടാൽ ഞാൻ ചോദിച്ചത് v2 കാണാൻ. അപ്പൊ v2ന്റെ ടേമിനെ മാത്രം ഇവിടെ ഇടാം, ഇതുകൊണ്ട്. ബാക്കിയുള്ളതിനെ അപ്പുറത്തോട്ട് കൊണ്ടിടാം. മൈനസ് m1 v2 ഇതും പറയുമ്പോൾ മൈനസ് ആവും. മൈനസ് m2 v2 ഈക്വൽ ടു ഇവിടെ ഇതുണ്ട് മൈനസ് m2 u2, ഇതങ്ങ് പോയി പ്ലസ് ആയി. ഇവനെ ആദ്യം കൊണ്ടാവും. മൈനസ് 2m1 u1 പോയി പ്ലസ് ആയി, പ്ലസ് m1 u2. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി ടൈമിൽ എല്ലാത്തിലും മൈനസ് കോമൺ ആയിട്ടുണ്ട്. ഒരു മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് m1 v2 പ്ലസ് m2 v2 ഈക്വൽ ടു m2 u2 പ്ലസ് 2m1 u1 മൈനസ് m1 u2 എന്നാവും. നമുക്ക് പരീക്ഷയ്ക്ക് ഏതാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതനുസരിച്ച് മാത്രം കണ്ടുപിടിച്ചാൽ. മനസ്സിലായി ഈ സ്റ്റെപ്പ് വരെ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയോ? v2 കാണണ്ടേ അല്ലേ? അപ്പൊ v2നെ കോമൺ ആയിട്ട് എടുത്താൽ m1 പ്ലസ് m2 എന്ന് എഴുതും. ദാറ്റ്സ് ഈക്വൽ ടു m2 u2 പ്ലസ് 2m1 u1 മൈനസ് m1 u2. Therefore v2 is equal to ഇതേ all divided by m2 u2 അല്ലെ u2 ഉള്ള രണ്ട് ടേം ഉണ്ട്. അവന് വേണം എനിക്ക് ഒന്നുകൂടെ കോമൺ ആയിട്ട് എഴുതാം. m2 മൈനസ് m1 ഇൻറ്റു u2 പ്ലസ് 2m1 u1. ഇതിനെ രണ്ടിനെ ഈ m1 പ്ലസ് m2 കൊണ്ട് ഹരിക്കും. m1 പ്ലസ് m2 ടീച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും റിലേഷൻ. ഇതാണ് ഫൈനലി നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ വേണ്ട. ഇപ്പൊ v2 ആണ് ചെയ്യുന്നതെങ്കിൽ ഈ റിലേഷൻ എടുക്കണം. ഇത് ചെയ്തു തന്നിട്ടുണ്ടോ? ഒന്ന് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കാവോ? ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനകത്ത് ഏതും കണ്ടുപിടിക്കുക. അതാണ് ഇതിന്റെ ഗുണം. ഈ ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ ഈ ഒറ്റ ഇക്വേഷൻ ഇതിനകത്ത് u1 കണ്ടുപിടിക്കാം, u2 കണ്ടുപിടിക്കാം, m1 കണ്ടുപിടിക്കാം, m2 കണ്ടുപിടിക്കാം, v1 കണ്ടുപിടിക്കാം, v2 കണ്ടുപിടിക്കാം, 6 ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാം. ഇവിടെ v2 കാണാനുള്ള ഓർമ്മ ഞാൻ ചെയ്ത് കാണിച്ചു. ക്ലിയർ ആയോ? ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതല്ല, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നു? അതും ചോദിച്ചാലേ അറിയത്തില്ല എന്ന് വേണ്ട. സോ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 dimensions. ലാസ്റ്റ് ഹെഡിങ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 2 dimensions. അപ്പം ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്നിരിക്കട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ ലീന, ഭയങ്കര എളുപ്പം മനസ്സിലാക്കി. ഇത് നമ്മുടെ എക്സ് ആക്സിസ്, മുകളിലോട്ടുള്ളത് നമ്മുടെ വൈ ആക്സിസ്. ഓക്കെ, ഇത് നമ്മുടെ വൈ ആക്സിസ്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടുന്ന് നമ്മളുടെ ഒരു ബോഡി ഇങ്ങ് വരുന്നു വിത്ത് m1 മാസ്. അതിവിടെ വന്ന് വേറൊരു ബോഡിയിൽ ഇടിക്കുന്നു. ഇടിച്ചു കഴിഞ്ഞ് എന്നാ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഈ 2 dimensional, അതായത് ഇവൻ ഇവിടുന്ന് ഒരു വശത്തേക്ക് 2 dimension എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നീളപ്പാട് വന്ന എക്സ് ആക്സിസ് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടെങ്കിലും ചെരിഞ്ഞ് തെറിച്ചു പോകണം അല്ലേ? ഇവന് ഇങ്ങോട്ട് ഇങ്ങനെ തെറിച്ചു പോയി,
ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തെറിച്ചു. മനസ്സിലായി? അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് ഈ ആര ഇട്ടെന്ന് അലീന പറഞ്ഞത്. ഓക്കെ അലീന, ഇത് ഇങ്ങോട്ട് തെറിച്ചു പോയി, ഇത് ഇങ്ങോട്ട് തെറിച്ചു. അപ്പൊ നോക്കിയാൽ ലീനിയർ ആയിട്ട് തന്നെയല്ല പോയത്. പ്ലെയിൻ മാറി അവിടെ. വേറെ 2 പ്ലെയിനിലേക്ക് ഇവൻ പോയി, ഇവനും പോയി. ഇതാണ് ഇലാസ്റ്റിക് കൊളീഷൻ 2 ഡയമെൻഷൻ. m1 മാസ് ഉള്ള ഒരു ബോഡി m2 മാസ് ഉള്ള ഒരു ബോഡിയിലേക്ക് u1 u2 വെലോസിറ്റിയിൽ u1 ഗ്രേറ്റർ ദാൻ u2 ആകുമ്പം വന്ന് കൊളൈഡ് ചെയ്തു. പക്ഷെ ഇടിച്ചിട്ട് നമ്മളിപ്പോൾ 2 വട്ട് തട്ടുന്ന പോലെ എന്തെങ്കിലും തട്ടുന്ന പോലെ ഇടിച്ചിട്ട് കൃത്യം നേരെയല്ല പോയി, എങ്ങോട്ടേലും ചെരിഞ്ഞു പോകും. ക്യാരം ബോളൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം ചെരിച്ചടിക്കും. ഇപ്പം നമ്മൾ പറയുകയാണ് m1 ഇങ്ങോട്ട് പോയി, m2 ഇങ്ങോട്ട് പോയി, m1ന്റെ വെലോസിറ്റി v1ഉം ഇതിൻ്റെ വെലോസിറ്റി v2. ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. നമ്മൾ പറയുകയാണ് ഇത് ഇങ്ങോട്ട് നമ്മൾ പോയപ്പം ഇതിങ്ങനെ ഈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റയാണെന്ന് ഇരിക്കട്ടെ. ഇതിങ്ങോട്ട് പോകുന്ന വെലോസിറ്റി v1 ആണ്. അപ്പൊ ഇതിന്റെ ഈ കമ്പോണന്റ് എത്രയായിരിക്കും? ഈ കമ്പോണന്റ് ഇത് എക്സ് കമ്പോണന്റ് അല്ലേ? നമ്മളിങ്ങനെ ഒരു വെക്ടർ വരച്ചാൽ എപ്പോഴും അതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇത് r ആണെങ്കിൽ r cos θ ആയിരിക്കും. ഇത് v1 ആകുമ്പം ഇത്രയും നീളം എന്ന് പറയുന്നത് v1 cos θ ആയിരിക്കും. മനസ്സിലായോ അലീന? മനസ്സിലായോ ഇത് വന്നത് v1 cos θ വന്നത്? ഇനി അതിന്റെ മൊമെന്റത്തിന്റെ ടേമിൽ എഴുതുവാണെങ്കിൽ എമ്മും ബിയും വരുവാണെ m1 v1 cos θ എന്ന് വരും. ഇനി അതുപോലെ ഇവിടെ രണ്ടാമ ഒരെണ്ണം കിടപ്പുണ്ട്. ഇത് m2 v2 എന്ന് പറഞ്ഞ വെലോസിറ്റി ഇങ്ങ് പോയി കഴിഞ്ഞാൽ അതിനെ കമ്പോണന്റ് ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞത് m2 v2 cos θ. അപ്പൊ ടോട്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് രണ്ടിൻ്റെ കൂടെ കൂട്ടണം. ടോട്ടൽ കമ്പോണന്റ് ഓർ ടോട്ടൽ കമ്പോണന്റ് ഇൻ എക്സ് ആക്സിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു m1 v1 cos θ പ്ലസ് m2 v2 cos θ. മനസ്സിലായോ? അപ്പം മൊമെന്റം എലോങ് എക്സ് ആക്സിസ് ഇതിപ്പോ ആഫ്റ്റർ കൊളീഷൻ അല്ലെ? ബിഫോർ കൊളീഷൻ എത്രയായിരുന്നു? ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ ഇത് മാത്രമേ ഉള്ളൂ. m1 u1 പ്ലസ് m2 u2 ആയിരുന്നു ബിഫോർ കൊളീഷൻ. കൺസർവേഷൻ ലോ വെച്ച് ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ എഴുതാം. അപ്പൊ എങ്ങനെയാവും? m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 cos θ പ്ലസ് m2 v2 cos θ. ഇതല്ലേ ചെയ്തിരിക്കുന്നത് നോക്കിയാ ടീച്ചർ? അല്ലെ ഇത് 2 ആംഗിൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിനെ θ1ഉം ഇതിനെ θ2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നെ കാണുമ്പോൾ θ1ഉം θ2 കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ θ1ഉം θ2 ഇടാം. ഇതല്ലേ ഡിറൈവ് ചെയ്തിരിക്കുന്നത് നോക്കി. ഇതല്ലേ എഴുതി തന്നിരിക്കണേ? വളരെ എളുപ്പമല്ലേ ഇത്? എന്നെ സിമ്പിളാ നോക്ക്. ഇതിന് മുമ്പുള്ള മൊമെന്റം അതായത് m1 u1 പ്ലസ് m2 u2 ബിഫോർ ഇടിക്കുന്നതിന് മുമ്പ് m1 u1 പ്ലസ് m2 u2 സോറി m2 u2. ആഫ്റ്റർ വരുമ്പം m1 v1 ഈ കമ്പൗണ്ട് എടുക്കുമ്പോൾ m1 v1 cos θ1 പ്ലസ് m2 v2 cos θ2. ഇത്രേ ഉള്ളൂ പരിപാടി. It is very, very simple. Okay. That is the component of velocity in the x direction of an elastic collision in 2-dimensional case.